ടി.വി. സീരീസുകളിൽ നല്ല എണ്ണം പറഞ്ഞ ആക്ഷൻ സീരീസുകൾ വളരെ കുറവാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ള ആക്ഷൻ സീരീസുകൾ ഒന്നുകിൽ സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ കോമിക് സൂപ്പർ ഹീറോ കഥകളുമാകും. എന്നാൽ പൂർണ്ണമായും ആക്ഷനും അതിനു മാത്രമുള്ള ഡ്രാമയും ഒത്തിണങ്ങുന്ന ഒരു സീരീസാണ് ബൻഷി. 15 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നായകൻ തന്റെ കാമുകിയെ തേടി ബൻഷി എന്ന ടൗണിലേക്ക് എത്തുകയാണ്. എന്നാൽ തന്റെ കാമുകി ഇപ്പോൾ ആ ടൗണിലെ ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഭാര്യയും 2 മക്കളുള്ള അമ്മയായും ജീവിതം തുടങ്ങിയിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യവുമായി തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന നായകൻ അവിടെയുള്ളൊരു ബാറിൽ കയറുന്നു. അവിടെ വെച്ച് ബൻഷി പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുക്കാൻ വന്ന ലൂക്കാസ് ഹുഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നു. അപ്പോൾ അവിടേക്ക് വന്നൊരു അക്രമ സംഘവുമായി നടക്കുന്ന വെടിവെപ്പിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും അക്രമികളും കൊല്ലപ്പെടുന്നു. പുതുതായി ജീവിതം തുടങ്ങാൻ പ്ലാനിട്ടിരുന്ന നായകൻ എന്നാൽ അത് ഇവിടെ തന്നെ ആവട്ടെ എന്ന തീരുമാനവും എടുത്ത് ആ മരണം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിൽ ബൻഷി പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. ഇനി അങ്ങോട്ട് നായകൻ ലൂക്കാസ് ഹുഡ് എന്നറിയപ്പെടും. നായകന്റെ ശരിക്കുമുള്ള ഐഡന്റിറ്റി അറിയുന്നവർ കാമുകി ആന, ലൂക്കാസ് ഹുഡായി മാറാൻ സഹായിക്കുന്ന പഴയ ക്രൈം പാർട്ണർ ജോബ്, ബാർ ഓണർ ഷുഗർ എന്നിവർ മാത്രമാണ്. എന്നാൽ പിന്നീടുള്ള ലൂക്കാസിന്റെ ജീവിതം അത്ര എളുപ്പമല്ല. ഒരു ക്രിമിനൽ പോലീസായി എത്ര നാൾ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി മുന്നോട്ട് പോകും, അതും കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് സംശയം തോന്നാതെ. അതേസമയം തന്റെ ഭൂതകാലത്തിൽ നിന്നും പലരും ലൂക്കാസിനെ വേട്ടയാടാൻ വരുന്നുണ്ട്. അതുകൂടാതെ ലൂക്കാസ് ഇവിടെ നിന്നാൽ അത് തന്റെ പുതിയ ജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ആന ലൂക്കാസിനെ മടങ്ങിപ്പോകാൻ നിർബന്ധിക്കുന്നു. നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാത്തൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അധികം വൈകാതെ ബൻഷി ടൗണിലെ പലരുടെയും കണ്ണിലെ കരടായി ലൂക്കാസ് മാറുന്നു. അതിൽ പ്രധാനിയാണ് കായ് പ്രോക്ടർ. അയാളാണ് ഈ ടൗണിന്റെ എല്ലാം. ഈ ടൗണിലെ എല്ലാ ഓർഗനൈസ്ഡ് ക്രൈമും നടക്കുന്നത് കായ് പ്രോക്ടറുടെ തീരുമാനത്തിലാണ്. ഈ സീരീസിലെ ഏറ്റവും മാസ് കഥാപാത്രവും അയാൾ തന്നെയാണ്. ബൻഷി ടൗണിൽ ലൂക്കാസ് ഹുഡ് വന്നതിന് ശേഷം നടക്കുന്ന പ്രശ്നങ്ങളും കൂടാതെ അവിടെയുള്ള പല ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും അതിന് ലൂക്കാസ് എങ്ങനെ നേരിടും എന്നതുമാണ് തുടർന്നുള്ള കഥ. ആദ്യ എപ്പിസോഡിൽ തന്നെ നമ്മൾ എന്താണ് ഈ സീരീസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. സീരീസിന്റെ നട്ടെല്ല് നായകൻ ലൂക്കാസ് ഹുഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫൈറ്റും സ്ക്രീൻ പ്രസൻസും എല്ലാം നമ്മളെ ഈ സീരീസിൽ പിടിച്ചിരുത്തും. എടുത്തു പറയേണ്ടതും ഏറ്റവും കിടിലനായി തോന്നിയതും ഇതിലെ പവർഫുള്ളായ വില്ലന്മാരാണ്. മെയിൻ വില്ലൻ മുതൽ ഓരോ എപ്പിസോഡിലും വരുന്ന ഗസ്റ്റ് വില്ലന്മാർ പോലും വേറെ ലെവലാണ്. ഒരു പക്ഷേ നായകനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വില്ലന്മാർ, അത് സൈസിൽ മാത്രമല്ല പെർഫോമൻസിലും. സീരീസ് കാണാൻ പോകുന്നവർക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിലെ വയലൻസ് ആൻഡ് ന്യൂഡിറ്റിയാണ്. ഗെയിം ഓഫ് ത്രോൺസിൽ പോലും ഞാൻ ഇത്രയും വയലൻസ് കണ്ടിട്ടില്ല. അതേപോലെ ആവശ്യത്തിനും മിക്കപ്പോഴും അനാവശ്യത്തിനുമുള്ള ന്യൂഡിറ്റി സീരീസിന്റെ മൊത്തം ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമുള്ള സീരീസിൽ മിക്ക എപ്പിസോഡുകളും ഫുൾ ആക്ഷനും ത്രില്ലിംഗ് രംഗങ്ങളുമാണ്. മികച്ച അഭിനയവും കോരിത്തെരിപ്പിക്കുന്ന കിടിലൻ റിയലിസ്റ്റിക് ഫൈറ്റ് സീനുകളും ചുരുക്കം ചില ഇമോഷണൽ സീൻസും ഈ സീരീസിനെ കൂടുതൽ മികച്ചതാക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഫുള്ളി എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 4 സീസണുകളായി 38 എപ്പിസോഡുകളാണുള്ളത്. ഫാസ്റ്റ് പേസ് സീരീസ് ഇഷ്ടമുള്ളവർക്കും ഫുള്ളി ആക്ഷൻ പാക്ഡ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള നല്ല കിടിലൻ ഐറ്റമാണിത്. തുടക്കം മുതൽ അവസാനം വരെ ഒരു തരി പോലും ബോറടിക്കാതെ കണ്ടു തീർക്കാവുന്ന ഒന്നാണ് ബൻഷി.